ചങ്ങായിമാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊന്നാനിയിലെ അതിപ്രശസ്തമായിട്ടുള്ള മുട്ടപ്പത്തരി ബീഫും കഴിക്കാനാണ്. മുമ്പ് ഒരു 2-3 വർഷം മുമ്പ് ഞാനിവിടെ വന്നിരുന്നു. അന്ന് ഇത്ര ഫേമസ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഇവിടെ നീണ്ട ക്യൂ ആണ് ഈ മുട്ടപ്പത്തരിയും ബീഫും കഴിക്കാൻ. അന്നത്തേതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവർ ടേസ്റ്റിലൊക്കെ കുറച്ച് അപ്ഡേഷൻ ചെയ്ത പോലെ തോന്നി. കുറച്ച് ടേസ്റ്റി ആയിട്ടുണ്ട്. കറിയൊക്കെ നല്ല അടിപൊളി കറിയായിരുന്നു. അതുപോലെ ഈ പത്തിരിയൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. കോഴിമുട്ടയും അരിപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഈ മുട്ടപ്പത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ടേസ്റ്റിലും ലുക്കിലുമൊക്കെ ഒരുപാട് അപ്ഡേഷൻസാണ് ഇവരോട് വരുത്തിയിട്ടുള്ളത്. ഇവന് പിന്നെ എല്ലാ സാധനങ്ങളും ഇഷ്ടപ്പെടുന്ന പോലെ ഈ മുട്ടപ്പത്തിരി ബീഫും അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇയാൾക്ക് പിന്നെ വല്ലാണ്ട് പറ്റിയിട്ടില്ലാണ്ടെന്ന് തോന്നുന്നു. ഞായറാഴ്ച ഉച്ചയായതിനാൽ ഇവിടെ തിരക്ക് വളരെ കുറവായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. പിന്നെ ഈ നാട്ടിലുള്ള കുറച്ച് ആളുകൾ, പൊന്നാനി ആട് നേർച്ച ആയത് കാരണം ഇവിടെ ഒരുപാട് ആളുകൾ ഈ ആട് നേർച്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരിപാടികളിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്കറിയാം, പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയുടെ കുളത്തിൻ്റെ ഒക്കെ അടുത്താണ് ഈ ഹസീന റെസ്റ്റോറൻറ്റും ഈ മുട്ടപ്പത്തിരിയും ബീഫും ഉള്ളത്. പൊന്നാനി മോനത്തുൽ ഇസ്ലാം സഭയും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതുപോലെ നമ്മുടെ പേരിലൊരു മുബാറക് ടീ സ്റ്റാളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണാണ് കേട്ടോ ഈ പൊന്നാനി. അങ്ങനെ പൊന്നാനിയിൽ ഈ മുട്ടപ്പത്തിരി ബീഫും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഹാർബറിലേക്കാണ്. പൊന്നാനി ഹാർബർ ചെറിയ വിലക്ക് മീൻ കിട്ടുന്ന ഒരു ഹാർബറാണ് പൊന്നാനി. അതിൻ്റെ കാഴ്ചകളാണ് ഇനി പറയാൻ പോകുന്നത്. അത് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക്